കിറ്റ് കത്തി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ. ആ വിവാദത്തിൽ ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. വാടാനപ്പള്ളിയിലെ കിറ്റ് വിതരണത്തിൽ BJP നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ തെളിവില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ പോലീസിന്റെ നിലപാട്. കിറ്റ് ആവശ്യപ്പെടുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ ദൃശ്യങ്ങൾ തെളിവായില്ല. അത്തരം ദൃശ്യങ്ങളുണ്ടോ എന്ന് CCTVകളിൽ പരിശോധിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദൃശ്യം കണ്ടെത്താനായില്ല. MS ലിഷോയാണ് വിവരങ്ങളുമായി ചെന്നത്. ലിഷോയ്, BJP നേതാക്കൾക്ക് ആശ്വാസമാണ് കിറ്റ് വിതരണം ചെയ്യുന്നതിനോ മറ്റും തെളിവില്ല എന്നത്. ഈ കിറ്റ് തയ്യാറാക്കിയിരുന്നു എന്ന കാര്യം ഉറപ്പിക്കാമല്ലോ. മാത്രമല്ല, ഈ കിറ്റ് വിഷുവിന് വേണ്ടി തയ്യാറാക്കിയതാണ് എന്ന വാദം അത് തൽക്കാലം വിശ്വാസത്തിലെടുക്കുകയാണോ പോലീസും? അതായത് അതുമായി ബന്ധപ്പെട്ട ഇനിയിപ്പോൾ ഇത് ഓർഡർ ചെയ്ത ആളെയും അതുപോലെ തന്നെ ഈ കടയുടെ ഉടമയെയും ഒക്കെ തന്നെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുക. ഓർഡർ ചെയ്തതാണെങ്കിൽ ഓർഡർ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് പരിശോധിക്കണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ സമാനമായ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് ഈ പറയുമ്പോൾ പോലും അത് എത്രത്തോളം അത് കൃത്യമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരുത്തേണ്ടതുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ CCTV ദൃശ്യങ്ങൾ 3 പാർട്ടി പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തി. അങ്ങനെ നടത്തിയ പരിശോധനയിൽ ആർക്കും തന്നെ ഇതിൽ കിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കിറ്റ് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടോ യാതൊരു വിധത്തിലും തെളിവുകൾ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ഉള്ളത്. ആ നിലപാട് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ പോലീസിന് കൃത്യമായ CCTV ദൃശ്യങ്ങളുടെ തെളിവ് ലഭിക്കാത്ത സാഹചര്യത്തിൽ, മറ്റ് തെളിവുകളൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട കേസ് ദേവനെതിരെ എടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്നും UDF പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. കാരണം ദേവനെതിരെ കേസെടുത്താൽ മാത്രമാണ് തങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് ഉള്ളത്. TN പ്രതാപൻ UDF സ്ഥാനാർത്ഥി ഇവിടെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഈ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക തന്നെയാണ്. അദ്ദേഹം ഇതുവരേക്കും ഇവിടെ നിന്നും മടങ്ങിപ്പോയിട്ടില്ല. അതായത് ഈ സംഭവത്തിൽ കേസെടുക്കാതെ ഇവിടെ നിന്നും മടങ്ങിപ്പോകില്ല എന്നുള്ള നിലപാടാണ് UDFൻ്റെതായുള്ളത്. ഇനി എത്ര നേരം, അതായത് എന്താണ് നമ്മളിവിടെ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇനിയുള്ള നടപടി എന്താണ് വേണമെന്നാണ്? ഏതായാലും ഇത് ഇലക്ഷൻ വയലേഷൻ ആണെന്ന് തൊണ്ടി മുതൽ പിടിച്ചു, കട ഉടമേനെ അറസ്റ്റ് ചെയ്തു, സ്ഥാപനത്തിൻ്റെ സീസ് ചെയ്യുന്നതാണ് മനസ്സിലാകുന്നത്. അപ്പം ഇത് ഇവിടെ നിന്നും ഈ പണം കൊടുത്ത് ഇത് വാങ്ങാൻ വേണ്ടി വന്ന, ഇത് വിതരണം ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുക്കൂടെ വന്ന ആളുകൾക്ക് പ്രതികളാണ്. അവരാണ് മെയിൻ പ്രതി. അല്ലാണ്ട് കട ഉടമയ്ക്ക് കാശ് കൊടുത്താൽ ആർക്കും കൊടുക്കാൻ വേണ്ടി ആ മെയിൻ പ്രതികളെ സഹായിക്കാനും സംരക്ഷിക്കാനും പോലീസും ഇലക്ഷൻ കമ്മീഷനും ഒരു ശ്രമം നടക്കുന്ന സംശയമുണ്ട്. കാരണം ഇതിൽ പ്രതികളായ ആളുകൾ ഉള്ളിയിരിക്കുന്നുണ്ട്. ആ പ്രതികളായ ആളുകളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം. അപ്പോഴിത് പൂർത്തിയാവും. CCTVയിൽ അവർക്ക് എതിരെ കേസെടുക്കാനായിട്ടുള്ള ഒന്നും ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. കാശ് കൊടുത്ത് മേടിക്കാൻ വന്നവന് പൊതിയാൻ നിൽക്കുമോ? പൊതിയാൻ വേണ്ടി വന്നിക്കുമോ? ഇപ്പോൾ ഈ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവനും ഈ OBC മോർച്ച നേതാവൊക്കെ ഇത് പൊതിയാൻ വന്ന് നിൽക്കില്ലല്ലോ. പൊതിയാൻ നിൽക്കുന്നവരല്ലേ CCTVയിലുള്ളൂ. അവർ പണം കൊടുത്ത് സാധനം കൊണ്ടുപോകാൻ വേണ്ടി വന്നവരല്ല. അവർ കാറ് താഴെട്ടിട്ട് ഈ 3 വണ്ടി ഇവിടെ എടുക്കണം. ആ 3 വണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. കൊണ്ടുപോകാൻ വേണ്ടി വന്ന 3 വണ്ടി ഇവിടെ എടുക്കണ്ട. 3 വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം. ഈ 3 വണ്ടികൾ അതേപോലെ കൊണ്ടുപോകാൻ വേണ്ടി ഇത് ദേവൻ്റെ നേതൃത്വത്തിൽ വണ്ടി മുന്നിലും 3 വണ്ടികൾ പിന്നിലായിട്ട് ദേവനെ കാണുമ്പോൾ ആളെ കൂട്ടി ഇത് വിതരണം ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരുന്നത്. ആ പ്ലാനിട്ട് അത് കൃത്യമായും പോലീസിന് ബോധ്യമായിട്ടുണ്ട്. ബോധ്യമായത് അവരെ കൂടി കസ്റ്റഡി എടുത്ത് ഞങ്ങൾ അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനാവുന്നവരെ തുടരും. കാരണം ഇത് നിരന്തരമായി BJP കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസാണ്. പ്രത്യേകിച്ചും അവർ കൂടുതൽ കടുത്ത മത്സര സ്ഥലത്ത് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല. തീർച്ചയായും എന്തായാലും അതിൽ ഈ ദേവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്താൽ മാത്രമേ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയുള്ളൂ എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ UDF നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനായി UDF നേതാക്കൾ ഇതുവരേക്കും UDF അംഗങ്ങളും ഇതുവരേക്കും തയ്യാറായിട്ടില്ല. BJPയുടെ ഒരു വിഭാഗം നേതാക്കൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട്, പ്രവർത്തകരും മടങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു നേരിയ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ട്. വഴിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ UDF നേതാക്കളും പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും തമ്മിൽ നേരിയൊരു വാക്കേറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും സ്ഥലത്ത് ആളുകൾ, പ്രവർത്തകർ ഒക്കെ തന്നെ നിൽക്കുകയും ഒക്കെ തന്നെയാണ്. അവർ ആരും തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനായി തയ്യാറായിട്ടുമില്ല. അതേസമയം ഒരു വിഭാഗം BJP നേതാക്കളും ഇവിടെ തന്നെയുണ്ട്. കൂടുതൽ നേരത്തെ ഉണ്ടായിരുന്ന നിരവധി പ്രവർത്തകരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുമുണ്ട്. ഈ അകത്ത് ദേവനും അതുപോലെ തന്നെ ഈ BJP മോർച്ച നേതാവും ഉൾപ്പെടെ ഉള്ളതിനാൽ തന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും ഈ മറ്റ് BJPയുടെ നേതാക്കൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക. അതുവരേക്കും അവർ ഇവിടെ തന്നെ ഉണ്ടാകും.
അപ്പോൾ ഒരു സംഘർഷ സാഹചര്യം വീണ്ടും രൂപപ്പെടുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണല്ലോ. കേസെടുക്കാൻ തെളിവില്ല എന്ന് പോലീസ് പറയുന്നു, പക്ഷെ അത് അംഗീകരിക്കാനാകില്ല എന്ന് UDF-ഉം നിലപാട് സ്വീകരിക്കുന്നു. ഇനി എന്ത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അതായത് ഇനിയിപ്പോൾ ദേവനെ എന്തായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. ആ ഒരു സമയത്തായിരിക്കും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുക. അത് ദേവനെ ഈ പോലീസ് സംരക്ഷണയിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നീട് UDF പ്രവർത്തകരും നേതാക്കളും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ അവർ ഒരുപക്ഷെ പിരിഞ്ഞു പോയേക്കാം. അതേസമയം തന്നെ ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്നും UDF നേതാക്കൾ ആരും തന്നെ ഈ ദേവനെതിരെ കേസെടുക്കാതെ മടങ്ങിപ്പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ മുദ്രാവാക്യം വിളികളുമായി നിൽക്കുന്നത്. BJP-യുടെ വലിയ ഭൂരിഭാഗം പ്രവർത്തകരും ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പാർട്ടി പ്രവർത്തകർ തമ്മിലൊരു സംഘർഷം ഇനിയിപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട. അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്.